അതിൻ്റെ അത്ര വില കൊടുപ്പുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല. സ്വർണ്ണത്തിനെക്കാട്ടിയും വിലയുണ്ടല്ലോ. 1 കിലോ യാർസകുമ്പ 15,00,000 എന്ന് പറയുമ്പം അത് ചെറിയ പൈസയല്ല. 2 മാസത്തോളം ഞാൻ അത് കഴിച്ചായിരുന്നു. ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും. അത് അങ്ങനത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ്? അതിലൊന്നാണ് ഈ യാർസകുമ്പ. അതിൻ്റെ അത്ര വില കൊടുപ്പുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല. സ്വർണ്ണത്തിനെക്കാട്ടിയും വിലയുണ്ടല്ലോ. 1 കിലോ യാർസകുമ്പ 15,00,000 എന്ന് പറയുമ്പം അത് ചെറിയ പൈസയല്ല. 2 മാസത്തോളം ഞാൻ അത് കഴിച്ചായിരുന്നു. അത് കഴിക്കുമ്പം ശരീരത്തിന് ഉന്മേഷം കിട്ടും. നമുക്ക് കൂടുതൽ നടക്കാം, കൂടുതൽ ചിന്തിക്കാം. പനി, തണുപ്പിന്ന് ചൂട് കിട്ടുന്ന ഒരു ബോഡിയൊക്കെ കിട്ടും നമുക്ക്. ഒരു എന്താണത്? പീസാണ് അത്. യാർസകുമ്പ എന്ന് പറഞ്ഞാൽ കാച്ചർ ഫില്ലസ് ഫംഗസ് എന്ന് പറയും. ഹിമാലയത്തിലൊരു കീടാണുമാണ്. ഈ കീടാണു മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലേന്ന് 2 ഇത് വരും, വേര് വരും. ആ വേരാണ് ഇത് കീടാചെടി എന്ന് പറയുന്നത്. കീടാചെടി ഹിന്ദി വാക്കാണ്. യാർസകുമ്പ ഇംഗ്ലീഷ് പദമാണ്. വിദേശികളാണ് കൂടുതലും കൊണ്ടുപോകുന്നത് നമ്മുടെ ഇവിടെ വന്നിട്ട്. അത് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിൽ ഒന്ന് ടിബറ്റാണ്, ഒന്ന് നേപ്പാളാണ്, ഒന്ന് ഇന്ത്യയിലെ ഈ ഒരു ഉത്തരാഖണ്ഡിൻ്റെ ഒരു ഭാഗമാണ്. ചൈനയിലും കിട്ടുമെന്ന് പറയുന്നു. അപൂർവമായ വസ്തുക്കളാണ്. ഇതിനൊക്കെ വിഷ്വല് കിട്ടിയ ഉണ്ട്, വിഷ്വൽസ് ഉണ്ട്. തീർച്ചയായിട്ടും ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആൾക്കാർ എന്നാൽ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാം, 1,00,000-ന് 15,00,000 ഉണ്ടല്ലോ, 1 കിലോന് 15,00,000 എന്നാൽ അവിടെ എത്തിയിരുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് കമൻറ്റ് ബോക്സിൽ. ജയ്പൂരിലൊരു സൈക്കിൾ സഞ്ചാരിയുണ്ട്. എൻ്റെ കൂടെ 1 മാസം ഉണ്ടായിരുന്നു. 1 മാസം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് സൈക്കിൾ ഉന്തി എൻ്റെ കൂടെ കൂടിയായിരുന്നു. നമ്മുടെ യാത്ര ചെയ്ത് ഉത്തരാഖണ്ഡിലൂടെയാണ്. ഉത്തരാഖണ്ഡിലെ മലയോര ചമോലി ജില്ലകളിലൂടെ. ഈ മനുഷ്യൻ്റെ വിനോദം എന്ന് പറയുന്നത് എന്നെ പോലെ ഭക്ഷണം തനിച്ച് കുക്ക് ചെയ്യണം. എൻ്റെ കൂടെ ഭക്ഷണം കുക്ക് ചെയ്യാൻ വരുവാണ്. നമ്മുടെ സൈക്കിൾ ചവിട്ടി ദൂരങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്തോളൂ. എത്ര വിചാരിച്ചാൽ നിങ്ങൾ ഈ ഭാരം കൊണ്ട് സൈക്കിൾ ഉന്തുക. നിങ്ങളുടെ കൂടെ എനിക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒരു 2-3 ദിവസമെങ്കിലും എന്നെ കൂട്ടിക്കൂടെ. അങ്ങനെ പുള്ളിക്കാർ ഒരു സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് കണ്ടുമുട്ടി അവിടെ ടെൻ്റ് അടിക്കും. ജയ്പൂരിലെ പുള്ളിക്കാരൻ്റെ ഒരു വ്ളോഗൊക്കെ ഉണ്ട് കേട്ടോ. വ്ളോഗർ മണ്ഡൽ ബായ് എന്നൊക്കെയാണ് അവരെ വലിയ വലിയ ടൈറ്റിലൊക്കെയാണ് അവർ അറിയപ്പെടുക. വലിയൊരാളാണ് കേട്ടോ. അവരോട് ക്യാമ്പ് ചെയ്ത ഒരു എക്സ്പീരിയൻസ്. ഒരാൾ വന്ന് അവരെ ദേശത്തിലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ, മോമോസൊക്കെ പുള്ളിക്കാരൻ ക്യാമ്പിൽ എനിക്ക് ഉണ്ടാക്കി തന്നു. മോമോസും കാര്യങ്ങളൊക്കെ ഇത് നീ കഴിച്ചോളൂ. ചിക്കൻ മോമോസും മട്ടൻ മോമോസൊക്കെ ഉണ്ടാക്കി തരുമോ. പുള്ളിക്കാരൻ്റെ കൈ കൊണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയായിരുന്നു.